നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും നമ്മൾ ആരെ എടുക്കണം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും, ഒരു കൺഫ്യൂഷൻ. ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഈ ഒരു പേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളി കൺഫ്യൂഷൻ ആവും. ആദ്യം തന്നെ നമ്മൾ ഏത് പ്ലെയറിനെ എടുക്കാന്ന് വെച്ചാലും ഈ പേക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആവും. ഇപ്പം ഞാൻ ആദ്യം കന്നവാരോനെ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പം ഞാൻ ഒലിവർ ഖാനെ എടുക്കണമെന്ന് തീരുമാനിക്കുന്നു. കാരണം എനിക്കൊരു കീപ്പറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മാർക്കോ വാൻ ബാസ്റ്റനൊക്കെ കിടിലാണ്. പക്ഷെ എനിക്ക് അറ്റാക്കിങ് കുഴപ്പമില്ലാണ്ട് ഉണ്ട്. പിന്നെ അറ്റാക്കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഫോർലാനെ എടുക്കുള്ളൂ. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ സ്കോഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കോഡ്. ഇപ്പോഴത്തെ സ്കോഡിൽ നമുക്ക് ഫ്രീ ട്രയൽ അടിച്ചേക്കുന്നത് ഡ്രാഗൻ സ്റ്റോയ്ക്കോവിച്ചിനാണ്. അത്യാവശ്യം കിടിലൻ നല്ലൊരു പ്ലെയർ ആണ്, ഒന്നും പറയാനില്ല. വിഷയം കാണാൻ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ്, പക്ഷെ നമുക്ക് മിഡ് കളിപ്പിക്കാൻ അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ് സ്റ്റോയ്ക്കോവിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോഡ്. അപ്പൊ നമുക്ക് ഇതിലിപ്പം ഡിഫൻസിൽ ഇപ്പം മാൾഡിനി ഉണ്ട്. മാൾഡിനി അതേപോലെ അറ്റാക്കിംഗ് ഒന്നും കുഴപ്പമില്ലാത്ത അറ്റാക്കിംഗ് ആണ്. പിന്നെ കീപ്പറുടെ ഭാഗത്താണ് കുറച്ച് എന്താ പറയാ ലോസ് വരുന്നത്. അപ്പം നമ്മൾ കീപ്പറിനെ അല്ലെങ്കിൽ കന്നവാരോ അത് രണ്ടിലുമാണ് ഞാനിപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ സ്കോഡിനനുസരിച്ചുള്ള പ്ലേയേഴ്സിന് നിങ്ങൾ സൈൻ ചെയ്യുക. ഏകദേശം ഇതിലുള്ള എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നല്ല വെറുത്ത് പ്ലേയേഴ്സ് ആണ്. അപ്പം ഇതിലിപ്പം ഉള്ള തീരെ പോരാന്ന് പറയുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഡെനിൽസൺ ആണ്. ഡെനിൽസന്റെ പെയ്ഡ് കാർഡും വലിയ പെർഫോമൻസും കാര്യങ്ങളൊന്നുമില്ല. ഡെനിൽസൺ എല്ലാവരും എന്താ പറയാ ആർക്കും വലിയ ഇഷ്ടപ്പെടാത്തൊരു കാർഡുമാണ്. അത് പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെനിൽസൺ എടുക്കാത്തതാണ് നല്ലത്. പിന്നെ ഡിഫൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുയൂൾ ഉണ്ട്. പുയൂളിനെക്കാട്ടും കുറച്ചുകൂടി ഡിഫൻസ് സെറ്റ് ആക്കാൻ CB നോക്കുകയാണെന്നുണ്ടെങ്കിൽ കന്നവാരമാണ് ഏറ്റവും ബെറ്റർ. കന്നവാരമാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിപ്പം ഡിഫൻസ് ആണ് നോക്കുന്നതെങ്കിൽ കന്നവാരമാണ് എടുക്കുക. അതേപോലെ ഡിഫൻസ് ഒക്കെ സെറ്റാണ്, കീപ്പറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ഒലിവർ ഖാനെ എടുക്കുക. സാബിയെ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഓർക്കസ്ട്രേറ്റർ ആവശ്യമില്ല, എനിക്ക് താല്പര്യമില്ല. പിന്നെ സ്കോൾസ് അത്യാവശ്യം കുഴപ്പമില്ല, ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്. നമ്മുടെ ലോങ് ബോൾ കൗണ്ടറൊക്കെ കളിക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയാ അറ്റാക്കിംഗ് ഒക്കെ ബോൾ എത്തിച്ചേരുന്ന ഒരു പ്ലെയർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ബെയിൽ നമ്മുടെ ബ്ലിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കോഡിൽ അത്യാവശ്യം അറ്റാക്കിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ ബെയിലിനൊക്കെ എടുത്ത് നോക്കുക. കക്കേനെ എടുക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കസിയാസ് വേണ്ടെന്നാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്നത് കന്നവാരോനാണ്. കന്നവാരോന നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആരാ എടുത്തതെന്ന് വെച്ചാൽ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കന്നവാരോ കൊടുക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ കന്നവാരോടെ എന്താ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒരു പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആരായിട്ട് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ ഒരു യൂട്യൂബ് ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.